ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ അരവിന്ദ മഹർഷി, മഹായോഗീശ്വരൻ, കവി, പുണ്യപുരുഷൻ, ഇതൊക്കെയായിരുന്നു അരവിന്ദ് ഘോഷ്. വെള്ളക്കാരുടെ ഭരണകാലത്ത് ഒരിക്കൽ അവർ അദ്ദേഹത്തെ അലിപ്പൂർ ജയിലിലടച്ചു. 1908. ഇക്കാലയളവിൽ മഹർഷിക്ക് ഒരു ദർശനമുണ്ടായി. സർവം വാസുദേവമയം ജഗത്ത്, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമെന്ന അനുഭൂതി. അതിനുശേഷം ശ്രീ അരവിന്ദൻ പോണ്ടിച്ചേരി, ഇന്നത്തെ പുതുച്ചേരി, പോണ്ടിച്ചേരിയിൽ ഒരു ആശ്രമം ആരംഭിച്ചു. 1910 മുതൽ 16 വർഷം അദ്ദേഹം കഠിന സാധനയിൽ മുഴുകി. 1926 ഓഗസ്റ്റ് 15 ശ്രീ അരവിന്ദ മഹർഷിയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ 54-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേള. ഇത് കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞാണ് ഭഗവാൻ ബാബയുടെ തിരുവവതാരം. അന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു: പ്രകാശത്തിനും ശക്തിക്കും സത്യസാക്ഷാത്കാരത്തിനും വേണ്ടിയാണ് യോഗ ധ്യാനങ്ങളുടെ പരിശീലനം. ആ പരമജ്യോതിസ് ലോകമംഗളത്തിനായി മാനവാകാരം പൂണ്ടെത്തി നമ്മെ ജ്ഞാനികളാക്കണം. അതിനായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്ത് ശാന്തി പുലരും. ഈ കാലങ്ങളിലുള്ള മഹർഷിയുടെ പ്രഭാഷണങ്ങൾ അവതാരാഗമനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. 1926 നവംബർ 24 മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അദ്ദേഹത്തിന്റെ മുഖകമലം ഉജ്ജ്വലമായി ജ്വലിച്ചിരുന്നു. മഹർഷി ഭക്തന്മാരോടായി അരുളി: ഇന്നലെ വിശ്വവ്യാപിയായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ അവതരിച്ചു. സത്യസായി അവതാരം 1926 നവംബർ 23. അവിടുന്ന് മാനവവികാരങ്ങളെ വഴിമാറ്റിവിട്ട് ഓരോ ഹൃദയത്തിലും ജ്ഞാനദീപം കൊളുത്തും. ലോകം മുഴുവനും അവിടുത്തെ സന്ദേശം ശ്രദ്ധിക്കും. എന്റെ ധ്യാനം ഫലവത്തായി, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. ഈ പ്രഖ്യാപനത്തിന് ശേഷം മഹർഷി വീണ്ടും ധ്യാനത്തിലാണ്ടു. 1999 ഒക്ടോബർ വിജയദശമി ദിനം ഭഗവാൻ ബാബ മേൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തന്റെ പ്രഭാഷണത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തു. 1997 നവംബർ 30 ഭഗവാൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയം സംസാരം ടേബിൾ ടെന്നീസിനെ കുറിച്ചായി. പ്രശസ്ത ടേബിൾ ടെന്നീസ് കളിക്കാരൻ കൃഷ്ണനുമായി താൻ കളിച്ചു ജയിച്ച കാര്യം ഭഗവാൻ പറഞ്ഞു. ആ സമയം ഒരു വിദ്യാർത്ഥി സ്വാമിയെ ഒരു ഫോട്ടോ കാണിച്ചു. ബാബയും അരവിന്ദ മഹർഷിയും ടേബിൾ ടെന്നീസ് കളിക്കുന്ന പടം. സ്വാമി, അവിടുന്ന് അരവിന്ദാശ്രമത്തിലും പോയി ടെന്നീസ് കളിച്ചിട്ടുണ്ടോ? വിദ്യാർത്ഥി തിരക്കി. പുഞ്ചിരിയോടെ ഭഗവാൻ തിരക്കി: നിനക്ക് എവിടുന്ന് കിട്ടി ഈ ഫോട്ടോ? പിന്നീട് മെല്ലെ അരുളി: ഉവ്വ്, ഞാൻ മഹർഷിയുമായി കളിച്ചിട്ടുണ്ട്, ജയിക്കുകയും ചെയ്തു. സ്വാമി ശാരീരികമായി അരവിന്ദാശ്രമത്തിൽ പോയതിന് വ്യക്തമായ രേഖകളില്ല. ഭഗവാനെ കണ്ടിട്ടുള്ള കാര്യം മഹർഷി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന് കൃത്യമായ ഉത്തരം പറയാൻ ഭഗവാനും മഹർഷിക്കും മാത്രമേ സാധിക്കൂ. ഓം തത് സത്ത്.